ഏതു നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാവുന്ന സംഘർഷാവസ്ഥയിലാണ് ഇസ്രായേൽ ഭൂമി. നാളിതുവരെയുള്ള ഇറാന്റെ രാഷ്ട്രീയ സ്വഭാവത്തിൽ തങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾക്ക് തിരിച്ചടിക്കുന്നത് ഇറാനെ സംബന്ധിച്ച് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം എപ്പോഴാണെന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഇറാൻ പദ്ധതി വെളിപ്പെടുത്തി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷം രൂക്ഷമായതോടെ ജെറുസലേം പോസ്റ്റ് പ്രകാരം ഈ വിവരം ഹംഗേറിയൻ വിദേശകാര്യമന്ത്രി പീറ്റർ സിജാർട്ടോ ഇസ്രായേൽ മന്ത്രിയെ അറിയിച്ചു. ആക്ടിംഗ് ഇറാൻ വിദേശകാര്യമന്ത്രി അലി ബഗേരിൽ നിന്ന് സിജാർട്ടോയ്ക്ക് വിശദാംശങ്ങൾ ലഭിച്ചു. ഇറാന്റെ ആക്രമണ പദ്ധതികൾ വെളിപ്പെടുത്തിയ കാറ്റ്സ് ആക്രമണാത്മക പ്രവർത്തനങ്ങൾക്ക് ഇറാനെ ഉത്തരവാദിയാക്കണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വികസിക്കുന്ന ഇറാന്റെ ആക്രമണത്തെ അവഗണിക്കുന്നത് മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നതായി തങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്നും ഏത് ആക്രമണാത്മക നടപടിക്കും ലോകം ഇറാനിൽ നിന്ന് വില ഈടാക്കണമെന്നും കാറ്റ്സ് വ്യക്തമാക്കി. സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രവർത്തികളോടുള്ള നിശബ്ദത പ്രാദേശിക സ്ഥിരതയെ ബാധിക്കും. അതിന് സമീപകാല നീക്കങ്ങളുള്ള നിസ്സംഗത ഭരണകൂടത്തിന് ഒരു പ്രോത്സാഹനം നൽകുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്? അടുത്തിടെ ടെഹ്റാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിരിക്കും ഇറാന്റെ ആക്രമണം. ഇസ്രായേൽ സംശയിക്കുന്നതും എന്നാൽ ഔദ്യോഗികമായി അവകാശപ്പെട്ടിട്ടില്ലാത്തതുമായ പ്രവൃത്തിയാണിത്. കൊലപാതകത്തിന് ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാനുള്ള ദൃഢനിശ്ചയം ടെഹ്റാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സ്ഥിതി കൂടുതൽ വഷളാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അടുത്ത മണിക്കൂറുകളിൽ ആക്രമണം ഉണ്ടായേക്കുമെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. പശ്ചിമേഷ്യയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ US പ്രസിഡന്റ് ജോ ബൈഡനും അദ്ദേഹത്തിന്റെ ദേശീയ സുരക്ഷാ സംഘവും കൂടിക്കാഴ്ച നടത്തും. US സെന്റകോം കമാൻഡർ ജനറൽ മൈക്കിൾ എറിക് കുറില്ല ഇസ്രായേൽ സന്ദർശിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റുമായും IDF ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസൻ ഹലേവി എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. യോവ് ഗാലന്റ് ഈ സന്ദർശനത്തെ വിശേഷിപ്പിച്ചത് ഇസ്രായേലിനുള്ള US പിന്തുണയുടെ നേരിട്ടുള്ള പരിഭാഷയെന്നാണ്. ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അചഞ്ചലമാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തെക്കുറിച്ചും ഇറാന്റെയും അതിന്റെ പ്രോക്സികളുടെയും ആക്രമണാത്മക നടപടികൾ നേരിടുന്ന അന്താരാഷ്ട്ര സഖ്യം വിപുലീകരിക്കുന്നതിനുള്ള വഴികളെക്കുറിച്ചും തങ്ങൾ ചർച്ച ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെടിനിർത്തൽ കരാറിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകൾ ഉൾപ്പെടെയുള്ള സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനെക്കുറിച്ച് പ്രസിഡന്റ് ബൈഡൻ ജോർദാനിലെ അബ്ദുള്ള രാജാവുമായി സംസാരിച്ചു. പ്രസിഡന്റ് ഹിസ് മജസ്റ്റിക്ക് അദ്ദേഹത്തിന്റെ സൗഹൃദത്തിന് നന്ദി പറഞ്ഞു. കൂടാതെ പ്രാദേശിക സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിന് പങ്കാളിയും സഖ്യകക്ഷിയും എന്ന നിലയിൽ ജോർദാനിലുള്ള US അചഞ്ചലമായ പിന്തുണ സ്വീകരിച്ചുവെന്ന് കോളിനെ വിവരിച്ചുകൊണ്ട് വൈറ്റ് ഹൗസ് പറഞ്ഞു. ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ ജോർദാനും USഉം മറ്റ് സഖ്യകക്ഷികളും മുൻപ് ഏപ്രിലിൽ ഇടപെട്ടിരുന്നു.